ഒരു സാധാരണ പാവ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത് ഒരു ഭീകര രഹസ്യം. ഈ പാവ കാരണം പലർക്കും ഭയാനകമായ അനുഭവങ്ങൾ സംഭവിച്ചു. ഇന്നും ഈ പാവയെ ഒരു ഗ്ലാസ് ബോക്സിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ഭീകരമായ പാവയായി അറിയപ്പെടുന്ന അനബെല്ലെ. 1970-ൽ അമേരിക്കയിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന ഡോണ എന്ന യുവതിക്ക് അവളുടെ അമ്മ ഒരു പാവ ഗിഫ്റ്റായി നൽകുന്നുണ്ട്. അതൊരു സാധാരണ പാവയായിരുന്നു. ഡോണയും അവളുടെ ഫ്രണ്ട് ഏങ്കിയും ഒരു അപ്പാർട്ട്മെന്റിൽ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. ആദ്യമെല്ലാം സാധാരണ പോലെയായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെ വിചിത്രമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. ഡോണ പാവയെ സോഫയിൽ വെച്ചാൽ കുറച്ചു സമയത്തിനു ശേഷം അത് മറ്റൊരു സ്ഥലത്ത് കാണപ്പെടും. ചിലപ്പോൾ പാവയുടെ കൈകളും കാലുകളും മാറിയിരിക്കുന്നത് പോലെ തോന്നും. ആരും അതെടുക്കാത്തപ്പോഴും മറ്റൊരു പൊസിഷനിൽ കാണപ്പെടുന്നത് ഡോണയ്ക്കും എങ്കിക്കും വലിയ ഭയമുണ്ടാക്കി. പക്ഷെ അതിലും ഭയാനകമായ കാര്യം, ആ ദിവസം അവർ കണ്ടത് ചെറിയ ചില പേപ്പേഴ്സ് ആയിരുന്നു. ആ പേപ്പേഴ്സിൽ എഴുതിയിരുന്നത് ഒരു വാക്ക് മാത്രം: ഹെൽപ്പ് മീ. അത് കണ്ടപ്പോൾ അവർക്ക് കൂടുതൽ ഭയം തോന്നി. ഈ സംഭവങ്ങളൊക്കെ കാരണം അവരൊരു മീഡിയമിനെ വിളിക്കുന്നുണ്ട്. ആ മീഡിയം പറഞ്ഞത് ഈ പാവയിൽ അനബെല്ലെ ഹിഗിൻസ് എന്ന് പറയുന്ന 7 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടിയുടെ ആത്മാവാണുള്ളത്. അവൾ വർഷങ്ങൾക്ക് മുൻപ് ഈ അപ്പാർട്ട്മെന്റിൽ തന്നെയായിരുന്നു മരിച്ചത് എന്ന് പറയുന്നു. ആ ആത്മാവ് ഇവിടെ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നുവെന്നും അത് ഹാംലെസ് ആണെന്നും മീഡിയം പറയുന്നു. ഡോണയ്ക്കും എങ്കിക്കും അതൊക്കെ കേട്ട് അവളോട് വളരെയേറെ കരുണ തോന്നിയിട്ട് അതിനാൽ ആ പാവയിൽ തന്നെ ആത്മാവിനെ തുടരാൻ അനുവദിക്കുകയാണ്. പക്ഷെ അത് വലിയൊരു തെറ്റായിരുന്നു. അടുത്ത ദിവസം ഡോണയുടെ ഫ്രണ്ട് ലൂ അവരുടെ അപ്പാർട്ട്മെന്റിൽ രാത്രി ഉറങ്ങുകയായിരുന്നു. അന്ന് രാത്രി അവന് തോന്നുകയാണ് അവൻ ആരെയോ പിടിക്കുന്നുണ്ടെന്ന്. അവന് ശരീരം മൂവ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കണ്ണു തുറന്നപ്പോൾ മുന്നിൽ കണ്ടത് ആ പാവയെ തന്നെ. അടുത്ത ദിവസം രാവിലെ അവൻ്റെ നെഞ്ചിൽ ഡീപ്പായിട്ടുള്ള സ്ക്രാച്ച് മാർക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ആ പാവയിൽ എന്തോ ഭീകരമായ ശക്തിയുണ്ടെന്ന്. അതിനാൽ അവർ സഹായം തേടി പ്രശസ്ത പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സായ എഡി വാറനെയും ലോറൻ വാറനെയും വിളിച്ചു. അവർ ആ അപ്പാർട്ട്മെന്റ് പരിശോധിച്ചതിനു ശേഷം ഒരു ഷോക്കിംഗ് ട്രൂത്ത് പറഞ്ഞു: ഈ പാവയിൽ ഒരു കുട്ടിയുടെ ആത്മാവല്ല, ഒരു ദുഷ്ടമായ ശക്തിയാണുള്ളത്. ആ സ്പിരിറ്റ് മനുഷ്യരുടെ കരുണയുപയോഗിച്ച് അവരുടെ ജീവിതത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനുശേഷം എഡി വാറൻ ആ പാവയെ അവിടെ നിന്നെടുത്തു. പക്ഷേ പാവയെ വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പോഴും അവർക്ക് ചില പാരനോർമൽ സംഭവങ്ങൾ അനുഭവപ്പെട്ടു. കാറിന് പലവട്ടം ആക്സിഡന്റ് സംഭവിക്കാൻ പോകുന്ന അവസ്ഥയുണ്ടായി. അതിനുശേഷം അവർ ഒരു പ്രീസ്റ്റിനെ വിളിച്ചു പാവയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ ഈ പാവ വാറൻ ഒക്കൾട്ട് മ്യൂസിയം എന്ന മ്യൂസിയത്തിൽ ഒരു ഗ്ലാസ് ബോക്സിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ബോക്സിന്റെ മുന്നിൽ ഒരു വാർണിംഗ് ബോർഡുണ്ട്: പോസിറ്റീവ്ലി ഡു നോട്ട് ഓപ്പൺ. കാരണം ഇന്നും ആ പാവയ്ക്ക് പാരനോർമൽ ആക്ടിവിറ്റി ഉണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി പിന്നീട് പല